ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് അമ്മയിലെ അംഗങ്ങൾ എന്ന നിലയ്ക്കും കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്ന് പലപ്പോഴായി ആ കമ്മിറ്റിയുടെ ഞങ്ങളുടെ പേരെടുത്തു പറഞ്ഞ് വ്യക്തിഹത്യ നടത്തുകയും ഞങ്ങളെ അപമാനിക്കുകയും ഒക്കെ ചെയ്ത അങ്ങനെ അത്തരം അപമാനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്ന 4 പേരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മ അസോസിയേഷനിൽ സ്ത്രീകൾ മുൻനിരയിലേക്ക് വരണമെന്നും ഒരു സ്ത്രീകൾക്ക് ഭരിക്കുന്ന സ്ത്രീകൾ ഭാരവാഹികളായിട്ടുള്ള ഒരു നേതൃനിര വരണമെന്നും ഏറ്റവും കൂടുതൽ അമ്മ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ അൻസിബയും നമ്മുടെ സരയും വോട്ട് ഇലക്ഷനിൽ നിന്നവർ ജയിച്ചെങ്കിലും അവർ വോട്ട് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സ്ത്രീകളുടെ നമുക്ക് സംവരണം സീറ്റുകളായിരുന്നു. അതിനേക്കാൾ കൂടുതൽ വോട്ട് നമ്മുടെ മറ്റൊരു അംഗത്തിന് കിട്ടിയതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കമ്മിറ്റി തീരുമാനിക്കാമെന്ന് പറഞ്ഞ നിമിഷത്തിൽ ഞങ്ങൾ ജനറൽ ബോഡിയിൽ സ്ത്രീകൾ ശബ്ദമുയർത്തുകയും അത് സാധിക്കില്ല, ഞങ്ങൾ തെരഞ്ഞെടുത്ത വനിതാ അംഗങ്ങളാണ്, ഇവരെ തന്നെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ ഈ ജനറൽ ബോഡിയിൽ തന്നെ ഇവിടെ വെച്ച് തന്നെ ഉൾപ്പെടുത്തണമെന്ന് ശക്തമായി വാദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയും സരയും ആ കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയാണുണ്ടായത്. അതിനുശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സാഹചര്യം. ലാലേട്ടൻ രാജിവെക്കുന്നു, പിന്നാലെ ജനറൽ സെക്രട്ടറിയായ സിദ്ദീഖ് രാജിവെക്കുന്നു. ആ സമയത്ത് ആ കമ്മിറ്റിയിലും അതിനെ തുടർന്നുണ്ടായ അഡോ കമ്മിറ്റിയിലും അൻസിബയും ഉണ്ടായിരുന്നതാണ്. പിന്നീട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ചയിലേക്ക് വരേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രത്യേക സാഹചര്യം തന്നെയായിരുന്നു. അവസാന നിമിഷത്തിലാണ് സ്ത്രീകൾ നയിക്കട്ടെ എന്നൊരു തീരുമാനം ഉണ്ടാകുന്നതും ഈ സ്ത്രീകൾ പല കുറുക്ക് വഴികളിലൂടെയും ജയിക്കാൻ വേണ്ടിയിട്ട് പല കുറുക്ക് വഴികളും ചെയ്യുമല്ലോ, അതിൽ അവർ വിജയിക്കുകയും അവർ ഭാരവാഹികളാകുകയും ചെയ്തു. അതിൽ പലർക്കും പല സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭാരവാഹികളെ ഞങ്ങൾ അംഗങ്ങൾ എല്ലാവരും തന്നെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നിന്നിട്ടുള്ളത്. പക്ഷേ അവർ അമ്മയിലെ അംഗങ്ങളായ ഈ 500 ശിഷ്ടം ആൾക്കാർക്കും ഒരു രീതിയിലുള്ള അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു രീതിയിലും അവർ പ്രവർത്തിച്ചിട്ടില്ല. അവർ ചെയ്തത് അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും മറ്റ് ചില അജണ്ടകൾ നടപ്പാക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തികളാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്ന് പിന്നെ അധികാരമോഹം, ഞാനാണോ വലുത്, നീയാണോ വലുത്, പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, രണ്ടുപേരും 2 ചേരിയിലായിട്ട് നിന്ന് 2 പേർക്കും അവരുടെ കൂടെ നിൽക്കുന്ന ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ തമ്മിൽ പിരിപ്പിച്ച് അവരുടെ കൂടെ 2 പേരുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കഥകളും ചെളിവാരിയെറിയലും എന്തൊക്കെയോ നടന്നു. അതൊക്കെ ഞങ്ങളെ പോലുള്ള അംഗങ്ങൾ അറിയുന്നത് തന്നെ മീഡിയയിലൂടെയാണ്. പിന്നീട് ആ മീഡിയയിലൂടെ വന്ന വാർത്തകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും അതിനകത്തിരിക്കുന്ന ഭാരവാഹികളെയൊക്കെ വിളിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത്, വാർത്തകളൊക്കെ വരുന്നു. ഈ കാലത്തിന്റെ ഇടയ്ക്ക് അമ്മ സംഘടനയിൽ നടക്കാത്ത കാര്യങ്ങൾ, ഒരിക്കലും ഒരു സംഘടനയുടെ ഓഫീസിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്ന വാർത്തകൾ. അപ്പോ ഒരു സ്ത്രീയെയാണ് ആദ്യം തന്നെ മാനേജറായ സ്ത്രീയെയാണ് അവർ പുറത്താക്കുന്നത്. അതിനുശേഷം അൻസിബ പല പ്രാവശ്യവും ഒരുപാട് പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും ആ കുട്ടി തുടക്കം മുതൽ
തുടക്കം മുതൽ ആ കുട്ടിയെ അവിടെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അപമാനങ്ങൾ ആ കുട്ടിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീകളായിട്ടുള്ള ആൾക്കാരാണ് ഭാരവാഹികൾ. അപ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ അവർ ഒരു സ്ത്രീ ആ കുട്ടി അവിടെ പരാതി കൊടുക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ അവരെ പരിഹസിക്കുകയും അവർക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അവരെ അപമാനിക്കാൻ പറ്റുമെന്നാണ് അവർ ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും ശരിയായ പ്രവണതയല്ല. അതുപോലെ തന്നെ ഈ അൻസിബ ഇവർ വിമൻ കാർഡ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് എന്ത് പറഞ്ഞാലും പറയുന്നത് വിമൻ കാർഡ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അൻസിബയെ കുറിച്ച് നമ്മുടെ അനൂപ് ചന്ദ്രൻ വളരെ മോശമായ തരത്തിൽ ഒരു വീഡിയോ ഇറക്കി. ആ വീഡിയോയെ കുറിച്ച് ശ്വേതാ മേനോനോട് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളുടെ സീനിയർ ആയിട്ടുള്ള ഒരു ലേഡി ആർട്ടിസ്റ്റാണ് പറയുന്നത്, വളരെ മോശമായി പോയി, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വളരെ മോശം, കുട്ടി വളരെ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്ന് പ്രതികരിക്കണം അതിനൊന്ന് പറഞ്ഞപ്പോൾ അന്ന് അവർ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി, അങ്ങനെ തന്നെ വേണം, അത് നന്നായി പോയി എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് അൻസിബയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അൻസിബ അത് വിശദീകരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവർ കഴിഞ്ഞ ദിവസം ചെയ്തത് വളരെ മോശമായ കാര്യമാണ് ചെയ്തത്. എന്താ ചെയ്തത്? വിശ്വാസപൂർവ്വം ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ് അദ്ദേഹം, വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പില് പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിഷാരടി സംസാരിച്ചത് മാത്രമാണ് മുഴുവനായിട്ടും കൊടുത്തിട്ടുള്ളത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, അതൊരു ക്രൈമാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എല്ലാവരും ഭയന്നിരിക്കുകയാണ്. ഈ വീഡിയോ അവർ പറയുന്നു, ആ ഓഡിയോയിൽ തന്നെ പറയുന്നു എല്ലാ വീഡിയോ ക്ലിപ്പും ഉണ്ട്, എല്ലാ ഓഡിയോ ക്ലിപ്പും ഉണ്ട്. അപ്പൊ സംസാരിച്ചവരുടെയൊക്കെ അതൊക്കെ ഒരു തെറ്റായ രീതിയാണ്. പ്രത്യേകിച്ച് ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോയ ആളാണ്. പല സാഹചര്യത്തിലും പലർക്കും സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അവരോട് ഉണ്ടാവും. അപ്പൊ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് എന്താ പറയുക, ഒരു ഭീഷണി പോലെ അത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന രീതിയും ശരിയല്ല. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവര് ആ വോയിസ് ക്ലിപ്പില് ഇന്നലെ പറഞ്ഞ ലാലേട്ടൻ രാജിവെച്ച സാഹചര്യം, അഡോക് കമ്മിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ രാജിവെച്ച സാഹചര്യത്തെ കുറിച്ചും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അൻസിബ തന്നെ പറയട്ടെ. ഇനി അവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ജനറൽ ബോഡിയിൽ അവരെ ഒരുപാട് മോശമായിട്ട് പല പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മായ വിശ്വനാഥ്, അതുപോലെ ബാബുരാജ്, സിദ്ദിഖ്, ഇവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പഹാജ, മജീദ്ക്ക, അങ്ങനെ കുറേ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് അശ്ലീലം പറഞ്ഞു എന്നാണ് ആ ഓഡിയോ ക്ലിപ്പിൽ അവർ ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ അശ്ലീലം ഒന്നും പറഞ്ഞതായിട്ട് അവർ വന്നപ്പോൾ മുതൽ അവരെ കേൾക്കാൻ ഞങ്ങൾ സ്ത്രീകൾ തയ്യാറായിരുന്നു. സ്ത്രീകൾ മുൻപിൽ നിന്ന് തന്നെ ശ്വേത എന്നെ ഉൾപ്പെടെ കുറച്ച് പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജനറൽ ബോഡിക്ക് മുൻപ്. ഞങ്ങൾക്ക് ചേച്ചി സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് പറയാനുണ്ട് കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഈ കാലയളവിൽ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വിശദീകരണം ഉണ്ടാവും. അപ്പം ഞാനും പറഞ്ഞു അത് ഞങ്ങൾക്ക് കേൾക്കണം, അത് സംസാരിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഉണ്ടാക്കി തരണമെന്ന്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും, എന്നിട്ട് നീതി എവിടെയാണ്, ശരി എവിടെയാണോ അതിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുകയുള്ളൂ. നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ജനറൽ ബോഡിക്ക് മുമ്പാണത് സംഭവിച്ചത്. പക്ഷെ ജനറൽ ബോഡി തുടങ്ങി ഇവർ വന്നതിന് ശേഷം അവർ ഈ കഴിഞ്ഞ കാലയളവിൽ നടന്ന ഒരു കാര്യങ്ങളും അവർ സംസാരിക്കുന്നില്ല. അവർ വന്നിട്ട് സംസാരിച്ചത് മുഴുവനും അതിനു മുൻപ് തന്നെ നേരെ നോക്കിയാൽ കീരിയും പാമ്പും പോലെ നിന്ന അംഗങ്ങളാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളുമാണ്. അവരൊക്കെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവരെല്ലാവരും ഒരുമിച്ച് വേദിയിലിരുന്ന് സന്തോഷം, നമുക്ക് സന്തോഷം, അവരങ്ങനെ തന്നെ ഇരിക്കണമെന്ന് തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. പക്ഷേ അവിടെ വന്നതിന് ശേഷം അവർ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. എല്ലാവരും വന്നിട്ട് അവർ സംസാരിച്ചത് മുഴുവനും അവരുടെ ഭാഗം കേൾക്കാനാണ് ഈ ജനറൽ ബോഡിയിലുള്ള ആൾക്കാർ. അത്രയ്ക്ക് നാണക്കെട്ടിരിക്കുകയാണ് അമ്മയിലെ അംഗങ്ങൾ മുഴുവനും. അതിനെക്കുറിച്ച് അവരൊന്നും പറയുന്നില്ല. അവർ പറഞ്ഞത് മുഴുവനും 1500 രൂപ പെൻഷൻ നമ്മൾ കൂട്ടുകയാണ്.
ഈ 1500 രൂപയല്ല, കഴിഞ്ഞ കമ്മിറ്റി 5000 കൂട്ടാനിരുന്നതാണ്. കഴിഞ്ഞ കമ്മിറ്റി ഇല്ലേ, അൻസിബൊക്കെ ഉള്ള കമ്മിറ്റി, സിദ്ദിഖൊക്കെ ഉള്ളത് 5000 കൂട്ടാനിരുന്നതാണ്. പക്ഷേ ഇവർ 1500 രൂപ കൂട്ടിത്തരാൻ പോവുകയാണ്. അതും പുറത്തു നിന്നുള്ളൊരു സ്പോൺസറെ കൊണ്ടാണ് അത് കൂട്ടിക്കുന്നത്. അത് കൂടാതെ തന്നെ 4 ദിവസം തായ്ലൻഡിൽ പോകുന്നു. അത്തരം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കണക്ക് ശരിയല്ലാത്തൊരു കണക്ക്. അതിനു മുമ്പ് ഇവരുടെ കയ്യിൽ നിന്ന് കണക്കിൻ്റെ ഒരു പേജ് ലീക്കായിട്ടുണ്ട്. അതിൽ 60 ലക്ഷത്തിന് മേലെ കണക്കില്ലാതെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ബാബുരാജ് പറഞ്ഞതാണ്. അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാബുരാജ്. അപ്പോഴാണ് നമ്മളെല്ലാവരും അറിയുന്നത് ഇങ്ങനെ ഒരു കണക്ക് തെറ്റി ബാബുവിൻ്റെ വാട്സപ്പിൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടിനെ വിളിച്ചു. നമുക്ക് തന്നിരിക്കുന്ന പ്രിൻ്റ് ചെയ്ത് തന്ന കണക്ക് വേറെ, അവർ വായിച്ച കണക്ക് വേറെ. അപ്പോൾ അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായി അവിടെ. മൊത്തത്തിൽ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അംഗങ്ങളാണ്. മൈക്ക് അവിടെ ആർക്കും തന്നില്ല. ഈ ജനറൽ ബോഡി നടത്തിയത് സംഘാടകരെന്ന് പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മൈക്ക് മാറ്റി വെച്ചിരിക്കുക. ഇതുപോലുള്ള കോഡ്ലെസ് മൈക്ക് ഓരോരുത്തർ ചോദ്യം ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേദിയിൽ അങ്ങ് ദൂരെ ഇരുന്ന് ചോദിക്കുന്ന ആൾക്കാർ ഉറക്കെ തന്നെ സംസാരിക്കാനേ പറ്റുള്ളൂ. കാരണം മൈക്ക് കൊടുക്ക് മൈക്ക് എവിടെയെന്ന് ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നു. ആ മൈക്കൊന്നും കൊടുക്കുക അവർ ചോദിക്കുന്നത്. മൈക്ക് തരുന്നില്ലായിരുന്നു. ആകെ അനൂപ് ചന്ദ്രൻ്റെ കയ്യിൽ മാത്രം ഒരു മൈക്ക് കൊടുത്തിട്ട് അനൂപ് ചന്ദ്രൻ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ബാബുരാജിനെ കുറിച്ച് കുറേ ആരോപണങ്ങൾ വന്നു. അപ്പോൾ ബാബുരാജ് സംസാരിക്കാൻ സമയം കൊടുക്കുന്നില്ല. മറുപടി പറയാൻ സമയം കൊടുക്കുന്നില്ല. ഈ സമയം മുഴുവനും ലാലേട്ടൻ മുൻപിൽ തന്നെ ഇരിക്കുകയാണ്. ലാലേട്ടൻ ഇതെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ ബാബുരാജിന് സമയം കൊടുക്കുന്നില്ല. അവർ സമയം കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാബുരാജ് പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാബുരാജ് എഴുന്നേറ്റ് നിന്നപ്പോൾ വളരെ ഷൗട്ട് ചെയ്തുകൊണ്ടാണ് പ്രസിഡന്റ് അവിടെ നിന്നിട്ട് എന്താ പറയുക, എനിക്ക് ആ ഭാഷ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ ഭാഷ ഇരിക്കട അവിടെ എന്ന് പറയുന്നത് പോലെ, ഞാനാണ് പ്രസിഡന്റ്, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ ഇവിടെ പറയുന്നത് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ പറഞ്ഞു ബാബുരാജ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇറങ്ങിപ്പോക്കോ, പുറത്ത് വണ്ടി കിടപ്പുണ്ട് എന്ന് വരെ പറഞ്ഞു അവർ. അതുപോലെ ആർക്കും സംസാരിക്കാൻ, അവർക്ക് സൈഡിൽ നിന്ന് സംസാരിക്കുന്നവരെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ട് മാത്രമാണ് സംസാരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടായി. ഓരോ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ ഇതല്ല. മല്ലിക ചേച്ചി ഉൾപ്പെടെ അവിടെ നിന്ന് ഒച്ചിട്ട് മൈക്കില്ല ആ ചേച്ചിക്ക് ഒരു മൈക്ക് കൊടുക്കുമെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം വിളിച്ചു വന്നാൽ മല്ലിക ചേച്ചിക്ക് ഒരു മൈക്ക് കൊടുക്കുക, ചേച്ചി പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെയോ ഒരു മൈക്ക് കൊടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള സന്തോഷ് കീഴാറ്റൂരിനെ ഞങ്ങൾ വിളിച്ചു വെച്ചു, നിങ്ങൾ ആ മൈക്ക് അവിടെ പോയി. തുടക്കത്തിൽ മൈക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഇവർ മൈക്ക് മാറ്റിയതാണ്. ഞങ്ങൾ ആരുമല്ല മൈക്ക് മാറ്റിയത്. സന്തോഷ് കീഴാറ്റൂർ ആ മൈക്ക് തന്നില്ല നമുക്ക്. ഇല്ല ഇപ്പം തരാൻ പറ്റത്തില്ല, ഉച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്ക് ശേഷം തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മൈക്ക് കൊടുക്കാതിരുന്നത്. അപ്പോൾ അവിടെ ആരെയും അശ്ലീലം പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും കേട്ടിട്ടില്ല അശ്ലീലം പറഞ്ഞത്. ഇനിയിപ്പോൾ മാലയും മായ വിശ്വനാഥുമാണ് അശ്ലീലം പറഞ്ഞതെന്ന് അവരെടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറയട്ടെ.